നമുക്കൊരു ചെമ്മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി നോക്കിയാലോ. നല്ല ഈസി ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചെമ്മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് ചെമ്മീൻ എടുക്കുന്നുണ്ട്. അതിലേക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീര്, ഇതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ മാറ്റി വെക്കാം. അതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. ഒരുപാട് മൂപ്പിക്കണ്ട കേട്ടോ. അതിന് ശേഷം ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന ചെറിയുള്ളി ഇട്ട് കൊടുക്കാം. അതൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്കും അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള സവോള ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴച്ചെടുക്കുക. അതിലേക്ക് പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വെന്ത് ഉടഞ്ഞ് വരണം കേട്ടോ. അതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുറച്ച് ജീരകത്തിൻ്റെ പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്ന് തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ അതിലോട്ട് ഈ വറുത്ത് വെച്ചേക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കുക. 10 മിനിറ്റ് ഒന്ന് അടച്ച് എണ്ണ തെളിയുന്നവരെ കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം വാഴയിലയിൽ ഒന്ന് പൊതിഞ്ഞിട്ട് ഒരു പാനിൽ എണ്ണ ചൂടാക്കി അതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 10 മിനിറ്റ് വെച്ചിട്ട് 2 സൈഡും ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നല്ല അടിപൊളി ചെമ്മീൻ പൊള്ളിച്ചത് റെഡി.